നമസ്കാരം. അഞ്ചലിൽ ഇനി ചൂട് കുറയും. അഞ്ചലിന്റെ ചൂട് കുറയ്ക്കാനായി ഐസ്പോട്ട് എന്നൊരു സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കതിന്റെ കാഴ്ചകളിലേക്ക് പോവാം. സൂപ്പർ സൂപ്പർ. നമസ്കാരം. അപ്പൊ എന്തായാലും അഞ്ചലിൽ തണുക്കട്ടെ, അഞ്ചൽ വളരെയധികം തണുക്കട്ടെ, അഞ്ചലിൽ ചൂട് കുറയട്ടെ. അപ്പൊ ഇനി ഇത് അഞ്ചലോട്ട് മാറ്റി കടക്കലൂടെ ചൂട് കൂടിയ സ്ഥലമാണ്, അവിടെ കൂടെ ചൂട് കുറയ്ക്കാൻ വേണ്ടി അതെ. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു സംരംഭം അഞ്ചൽ തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ചൂട് കൂടിയ സ്ഥലമാണോ മെയിനായിട്ടും, കടകളൊക്കെ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അഞ്ചൽ പിന്നെ ബോബനെ സംബന്ധിച്ചിടത്തോളം കടക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനും കൂടിയാണ് അദ്ദേഹം. അപ്പൊ അഞ്ചലിൽ തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ ഈ പൊതുവെ അഞ്ചൽ പുല്ലൂർ മേഖലകൾ ചൂട് കൂടിയ മേഖലയാണ്, അതുകൊണ്ടൊക്കെ കൂടിയാണ്. അത് കോളേജിന്റെ പരിസരത്ത് അത് മാത്രമല്ല, നമ്മുടെ കടക്കലിനെക്കാട്ടിയും എല്ലാം കൂടുതൽ ആൾക്കാർ വരുന്നൊരു മേഖലയാണ് അഞ്ചല്. നമ്മുടെ ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന ഈ സ്ഥലം കോളേജ് ജംഗ്ഷന് അടുത്താണ് എന്നുള്ളത്. കോളേജ് ജംഗ്ഷൻ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അത് സർക്കാർ സ്ഥാപനങ്ങളായാലും ശരി, എയ്ഡഡ് അൺഎയ്ഡഡ് അല്ലാതെ എഡ്യൂക്കേഷണൽ ഉണ്ടല്ലോ, ഹയർ എഡ്യൂക്കേഷൻ, അത് ഇതിന്റെ എല്ലാ സ്ഥാപനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റല്, സിനിമ തിയേറ്റർ, പ്രധാനപ്പെട്ട 2 തിയേറ്ററുകൾ ആണ് ഈ അഞ്ചല് റിലീസ് കേന്ദ്രങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടെല്ലാം കൊണ്ട് വളരെ നല്ല ഒരു പോപ്പുലാരിറ്റി കിട്ടുന്ന ഒരു മേഖലയാണ്. എന്നുള്ളത് അഞ്ചലിലെ ഐസ്പോട്ട് എന്ന സ്ഥാപനത്തിലാണ്. അഞ്ചലിൽ ഇനി ചൂട് കുറയും. അങ്ങനെ ആ ചൂട് കുറയ്ക്കാൻ വേണ്ടി അഞ്ചൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഐസ്പോട്ട്. അപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അഞ്ചലിലെ ഏത് പഞ്ചായത്താണ് മാഡം? അലയമൺ പഞ്ചായത്ത് പ്രസിഡന്റ്, മാഡത്തിന്റെ പേര്? ജയശ്രീ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഈ ഐസ്പോട്ടിനെ പറ്റി 2 വാക്ക് സംസാരിക്കാം. ബഹുമാനരെ, നമ്മുടെ അഞ്ചൽ എന്ന പ്രദേശത്ത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ പ്രേരിപ്പിച്ച ഇതിന്റെ സംഘാടകരെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. അഞ്ചലിന്റെ വികസന പാതയിൽ ഒരു നാഴികക്കല്ല് കൂടി വന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഏറെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ ഇതിനെ നോക്കിക്കാണുന്നതെന്ന്